നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുത്തൻ കിഷൻ, അവനെങ്ങനെയാ? പരിഷ്കാരം തലക്കേറി തൊഴിൽ വിട്ടുപോയോ അതോ ഫീൽഡിലുണ്ടോ? ഇല്ല, തൊഴിൽ വിട്ടിട്ടൊന്നുമില്ല, പാരമ്പര്യമാക്കുന്നുണ്ട്. പക്ഷെ അവന് വലിയ ഉത്സാഹമൊന്നുമില്ല. അല്ല, വിക്രമനെന്താ ഇവിടെ? അല്ല, ഞാനൊരു കൊട്ടേഷനുമായിട്ടാ വന്നത്. നല്ലോണം ചക്രം തടയണ പണിയാ. ഇവിടെയോ? ഇവിടെ തന്നെ. അല്ല, ഇവിടെ ആളിവിടത്തെ ഒന്നുമല്ല, മലയാളിയാ, തിരുവനന്തപുരത്തുകാരനാ. അപ്പൊ ഇവിടെ എന്തോ ചുറ്റിക്കളിയൊക്കെ ആയിട്ട് ആശാൻ ഇവിടെ വന്ന് കൂടിയിരിക്കുക. ആളെ കണ്ടോ? ഏയ് ഇല്ല, ആളെ തപ്പി നടപ്പാ. ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് തന്നാ അണ്ണനും ചില്ലറ തടയും. അല്ല, ഫോട്ടോ വല്ലതും? ആ, ഫോട്ടോ ഉണ്ട്. ദാ. കൊടുക്ക്. എനിക്കത്ര പരിചയം തോന്നുന്നില്ല. ആ മോനെ കിഷ, നീ മോനേടാ. ഇതേ അപ്പന്റെ പഴയ സുഹൃത്താ. ഹായ്. ആ, നീ ഇരിക്കെ. ഈ ആളിനെ റോഡിലോ വഴിയിലോ വെച്ച് കണ്ടിട്ടുണ്ടോ നോക്കിയേ? അറിയാം. അപ്പൊ അന്ന് തന്നെ ബാങ്കിന്റെ മുമ്പിൽ വെച്ച് പിടിച്ചത് ഇവനാ. എന്താ കാര്യം? ഇവനൊരു കൊട്ടേഷനാണ് മോനെ. എന്തോ ചുറ്റിക്കളിയായിട്ട് ഇവനിപ്പോ ഇവിടെയുണ്ട്. അവനെ ഒന്ന് കണ്ടുപിടിക്കണം. അതിന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കിഷ, അമ്മ ഇവിടെ വാ. ചെല്ല്. എന്തായാലും കണ്ടത് നന്നായി. മകനോടൊന്ന് പറയണം, അത്യാവശ്യമായി ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അവനെ കൊണ്ട് ചെയ്യിക്കാം. ശരിയാണോ? അതെ, ചെറുക്കനെ മോഷ്ടിക്കാൻ അയക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്നറിയാലോ. പിന്നെയാ ഈ കൊലപാതക സംഘത്തിന്റെ കൂടെ വിടുന്നത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അവരുമായിട്ടുള്ള ഒരു ഏർപ്പാടിനെ അവനെ പറഞ്ഞു വിടരുത്. മനസ്സിലായല്ലോ? കുറച്ച് കറി ഒഴിക്കട്ടെ? മതി, ഞാൻ എടുത്തോളാം. എന്തൊരു നാശമായത്! വൃത്തിയുമില്ല, ശ്രദ്ധയുമില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒപ്പം ഇരുന്നാലേ ആവൂ. ഒന്നില്ലെങ്കിൽ നേരത്തെ കഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് കഴിക്കണം. ഒപ്പം കഴിക്കണമെങ്കിലേ ടേബിൾ മാനേജ് എങ്കിലും കീപ്പ് ചെയ്യണം. ശാന്തിനി, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇതെന്റെ അമ്മയാ. അമ്മയ്ക്ക് പ്രായത്തിന്റെയും അസുഖത്തിന്റെയും ചില പ്രയാസങ്ങളുണ്ട്. അതിന് നേരെ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. അമ്മയാവട്ടെ ദൈവമാവട്ടെ, ആരായാലും ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ വലിയ വലിയ പാർട്ടിയിൽ പങ്കെടുക്കുന്ന ആളല്ലേ. ടേബിൾ മാനേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? പരസ്പരം അറിയുന്നവര് മാത്രം കൂടിയിരിക്കുന്ന ഒരു ടേബിളാ ഇത്. കോർപ്പറേറ്റ് ഡിന്നറിന്റെ ടേബിൾ മാനേഴ്സ് ഒന്നും നീ ഇവിടെ പറയണ്ട. ഗോപു, അവള് പറഞ്ഞതിലും ഒരു ശരിയുണ്ട്. ഒരാളുടെ എച്ചിൽ മറ്റൊരാളുടെ പാത്രത്തിൽ വീഴുന്നത് ശരിയല്ല. ഞാനാ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. അതിന്റെ പേരില് നിങ്ങൾ വഴക്കിടരുത്. സാരമില്ലമ്മേ, സ്പൂണിൽ നിന്ന് അല്പം കറി വീണെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറഞ്ഞതല്ലേ മോനെ. അതെന്തിനാ പിന്നെ കഴിക്കുന്നമ്മേ? അമ്മയ്ക്ക് പോയിരുന്ന് കഴിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ വരുന്നത്.